അമ്പമ്പോ അടിപൊളി. ഒരു പണിയെടുക്കാതെ വെറുതെ ഇരുന്ന് ആലോചിച്ച്, അതായത് മാനിഫെസ്റ്റ് ചെയ്ത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ജോലി നേടിയെടുത്താലോ? എൻ്റെ പൊന്നു മണ്ടന്മാരെ, ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. ഇതൊക്കെ വിശ്വസിച്ചാണോടാ നീയൊക്കെ പഠിക്കാൻ പോകുന്നത്? പിന്നെ എന്തിനാ ഞാൻ തമ്മനയിൽ വിഷം ബോർഡെന്ന് എഴുതി വെച്ചേക്കുന്നതെന്നല്ലേ? പറഞ്ഞേ. അതായത് രമണ, നമ്മൾ പറഞ്ഞു വന്നത് ഒരു പണി എടുക്കാണ്ട് വെറുതെ ഇരുന്ന് ജോലി നേടാനായിട്ട് പറ്റുമോ? നമ്മൾ ഈ പേളി മാണിയുടെയൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊരു മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞുകൊണ്ട്, വിഷൻ ബോർഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ തമ്മിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ ആലോചിച്ചിട്ട്, ഒരു പണി എടുക്കാണ്ട് വെറുതെ ഇരുന്ന് ഞാൻ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അടുക്കലേക്ക് ഇങ്ങനെ ജോലി ഇങ്ങനെ വന്ന് ഞാൻ വലിയ റാങ്കുകാരനൊക്കെ ആയി ജോലി കിട്ടിയെന്ന്. എൻ്റെ പൊന്നുമക്കളെ, മണ്ടത്തരമായി പോകരുത്. നീയൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചാൽ മാത്രമേ നിനക്കൊക്കെ ജോലി കിട്ടുള്ളൂ. അതൊന്നാമത്തെ കാര്യം. പിന്നെ എന്താണ് ഈ വിഷൻ ബോർഡ് എന്ന് പറയുന്നത് സംഭവം? ഇതെൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് കൂടിയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത് തെളിയിച്ചൊരു കാര്യം കൂടിയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. അതിനു മുൻപ് നമുക്കൊരു വിഷൻ ബോർഡ് ഒന്ന് കണ്ടു നോക്കാം. ആ വിഷൻ ബോർഡിങ് എടുത്തിട്ട് നീ എന്നെ കൊല്ലാൻ നോക്കണോടി. ഞാനൊരു വിഷൻ ബോർഡല്ലേ എടുക്കാൻ പറഞ്ഞുള്ളൂ മക്കളെ. ഇതിന് ഒട്ടുക്കത്ത വെയിറ്റ് ആണ്. ഇതാണ് ബോർഡ്. ഏതാണ്ട് ഇതേപോലൊരു ഫ്രെയിം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം കേട്ടോ. ഞാനിനി പറയുമ്പം ഈ കുന്ന കൈ പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും. അവിടെ ഇരിക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ മനസ്സിൽ 2027 കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ ആദ്യ 10 റാങ്കിൽ വരണമെന്നൊരാഗ്രഹം ഉണ്ടെന്നിരിക്കട്ടെ. നിങ്ങളൊരു പേപ്പർ എടുക്കാം. ആ പേപ്പറിനകത്തിൽ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് 2027 ജോബിൻ എന്നാണ് നിങ്ങളുടെ പേരെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തേക്കണം. ജോബിൻ എന്ന പേര് വെച്ചിട്ട് ജോബിൻ 2027 കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് റാങ്ക് ലിസ്റ്റിൽ ആദ്യ 10 ഉണ്ടായിരിക്കും. എഴുതിയ സ്ഥാനം ഞാൻ ആ വിഷൻ ബോർഡിലേക്ക് ഒട്ടിച്ചു വെക്കുന്നു. ഞാൻ അതിനുശേഷം മറ്റൊന്ന് എഴുതി വെക്കുന്നു. ഞാൻ ഡിസംബർ മാസം ആകുമ്പോഴത്തേക്കും ഇന്ന പോർഷൻസ് കവർ ചെയ്യും എഴുതി ഞാൻ ഒട്ടിച്ചു വെക്കുന്നു. ദെൻ അതിനുശേഷം മാർച്ച് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ അടിപൊളിയായിട്ട് എൻ്റെ റിവിഷൻ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കും. ഞാൻ എഴുതി ഒട്ടിച്ചു വെക്കുന്നു. ഞാൻ ഇത്ര ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് ഇന്ന സമയത്തിനുള്ളിൽ തീർത്ത് വെച്ചിരിക്കും എഴുതി ഒട്ടിച്ചു വെക്കുന്നു. ഇങ്ങനെ ഓരോരോ പേപ്പറുകൾ എടുത്തിട്ട് ആ പേപ്പർ കഷ്ണങ്ങൾ ഇങ്ങനെ ഒട്ടിച്ചു വെക്കുന്നു. ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ ജോലി കിട്ടുമോ? ട്രസ്റ്റ് മീ, ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. പിന്നെ എന്ത് ചെയ്യണം? പണിയെടുക്കണം. പിന്നെ ഈ ഒട്ടിച്ചു വെക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് മക്കളെ? അവിടെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞുതരാം. 2022 ഏപ്രിൽ മാസം 19-ാം തീയതി പത്തനംതിട്ടയിലെ ഒരു കുഗ്രാമത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി. ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ കോഡ് വന്ന് പണ്ടാറടക്കി നിർത്തിയിരിക്കുന്ന സമയത്താണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുന്നത്. ആ സമയത്ത് എൻ്റെ മനസ്സിൽ പ്രത്യേകിച്ച് ഒരു ആഗ്രഹമില്ല. ഒരു കോഴ്സ് ചെയ്യണം, തിരിച്ചു പോകണം, ഏതെങ്കിലും ഒരു ജോലി കിട്ടണം, ഇതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലെ ആഗ്രഹം. അങ്ങനെ ആ കോഴ്സൊക്കെ കഴിഞ്ഞ് ഒരു ജോലിക്ക് കയറി കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ അക്കാഡമിയിൽ ഞാനൊന്ന് PSC പഠിക്കാമെന്നുള്ള പരീക്ഷണാർത്ഥം പഠിക്കാനായിട്ട്. അങ്ങനെ കുറച്ച് നാളുകൾ പഠിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ദ സീക്രട്ട്, രഹസ്യം എന്ന് പറയുന്ന ഒരു പുസ്തകം എൻ്റെ കയ്യിലേക്ക് കിട്ടുന്നത്. അതിൻ്റെ രത്ന ചുരുക്കം ദ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു തിയറി വെച്ചിട്ടാണ്. ആ തിയറി ഇങ്ങനെയാണ് പറയുക: നമ്മുടെ മനസ്സിൽ അതിയായ ഒരാഗ്രഹമുണ്ട് എങ്കിൽ, അത്ര കഠിനമായിട്ടൊരു ആഗ്രഹമുണ്ട് എങ്കിൽ, ആ ആഗ്രഹം നമ്മുടെ മനസ്സിലിട്ട് അത് ഞാൻ നേടി എന്നുള്ള അർത്ഥത്തിൽ, അതെനിക്ക് കിട്ടി എന്നുള്ള അർത്ഥത്തിൽ, ആ പൊസിഷനിൽ ഞാൻ എത്തി എന്നുള്ള അർത്ഥത്തിൽ അതിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം. നമ്മുടെ ചിന്തകളിൽ, നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്ലേസ് ചെയ്യാം. അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ പ്രകൃതി നമുക്ക് ആവശ്യമായ രീതിയിൽ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. വർക്ക് ചെയ്യരുതെന്നല്ല കേട്ടോ, ആ ടൈപ്പ് ഒരു അടിയും കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്തോ, വിട്ടേക്ക്, കാണണ്ട. അങ്ങനെ അല്ലാത്തവർ, പണിയെടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. ശരി, അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? എന്നാൽ ഇതൊന്ന് പരീക്ഷിക്കണമല്ലോ. ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമല്ലേ, ഏതെങ്കിലും മണ്ടൻ എവിടെങ്കിലും ഇരുന്ന് പറഞ്ഞ കാര്യം ഞാൻ എന്തിന് വിശ്വസിക്കണം? ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. വിജയിക്കുകയാണെങ്കിൽ മാത്രം മതിയല്ലോ. അങ്ങനെയാണെങ്കിൽ ആ സമയത്തെ പോലീസ് എക്സാമിനേഷൻ ഒന്ന് പിടിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനൊരു പേപ്പറൊക്കെ എടുത്ത് ഞാനിവിടെ തിരുവനന്തപുരത്ത് ഒരു മുറിയൊക്കെ എടുത്ത് പഠിക്കാൻ തീരുമാനിച്ചിട്ട് അന്നത്തെ ഓഫ്ലൈൻ സെൻറ്ററിലെ ക്ലാസ്സൊക്കെ നിർത്തിയിട്ട് ഒരു ഓൺലൈൻ സെൻറ്ററിൽ എൻ്റെ പ്രിയപ്പെട്ട അമൽ സാറ് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ്സൊക്കെ കാണാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ അമൽ സാറിൻ്റെ ആസ്ഥാന മെൻറ്ററായിട്ട് മാറി. അങ്ങനെ ഞാൻ സാറിൻ്റെ ഗൈഡൻസിൽ പഠിച്ചു തുടങ്ങി. ആ സമയത്ത് ഞാൻ എടുത്ത റൂമിൽ ഒരു പേപ്പറൊക്കെ എടുത്ത് ആ പേപ്പറിൽ കൃത്യമായിട്ട് എഴുതി വെക്കാൻ തുടങ്ങി. അതായത് 2025 ആവുമ്പോൾ ഞാൻ ജോലിയിൽ പ്രവേശിച്ചിരിക്കും. 2025 ആവുമ്പോൾ അന്ന് വരാനിരിക്കുന്ന പോലീസ് റാങ്ക് ലിസ്റ്റിൽ ഒരു മികച്ച റാങ്ക് ഞാൻ നേടിയിരിക്കും. എന്തൊക്കെ വന്നാലും അന്ന് ഞാൻ ഡിസംബർ മാസം 3-ാം തീയതിയാണ്, 2022 ഡിസംബർ 3-നാണ് പഠിച്ചു തുടങ്ങുന്നത്. എന്തൊക്കെ വന്നാലും മാർച്ച് മാസമാകുമ്പോൾ ഞാൻ എൻ്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്യും. മെയ് മാസമാകുമ്പോൾ പ്രിലിംസ് പരീക്ഷ ഞാൻ ക്രാക്ക് ചെയ്തിരിക്കും. നെക്സ്റ്റ് മെയിൻസ് എന്നാണോ അന്ന് ഞാൻ ഈ പറയുന്ന പോലീസ് എക്സാമിനേഷൻ നേടി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കും. ഈ നിശ്ചയദാർഢ്യം ഞാൻ എഴുതി എൻ്റെ ഭിത്തിയിലൊക്കെ ഒട്ടിച്ചു വെച്ചു. എല്ലാ ദിവസവും രാവിലെ ഉണരുമ്പോൾ ഇത് കണി കണ്ടാണ് ഞാൻ ഉണരുന്നത്. എൻ്റെ പേഴ്സ് എടുത്ത് നോക്കിയാൽ ആ പേഴ്സിനകത്തിൽ അത് കാണും. തുറന്നു വരുമ്പോൾ കാണുന്ന ഭാഗത്തും ജോബിൻ പോലീസ് ജോലി നേടി എന്നൊക്കെ എഴുതി മനോഹരമാക്കി വെച്ചിരിക്കുന്നു.
എൻ്റെ പുസ്തകം ഞാൻ എഴുതി വെക്കുന്ന ഏത് നോട്ട്ബുക്ക് എടുത്താലും ആ നോട്ട്ബുക്കിൻ്റെ മണ്ടയ്ക്ക് ഇതേപോലെ തന്നെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഞാൻ എന്ത് ചെയ്യും, ഞാൻ പള്ളിയിൽ പോകും. എല്ലാ ദിവസവും രാവിലെ ഞാൻ പള്ളിയിൽ പോകാറുണ്ട്. അപ്പോൾ ഈ പള്ളിയിൽ പോകുന്ന സമയത്ത് പബ്ലിക് ലൈബ്രറിയിലാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തിരുവനന്തപുരത്തെ പാളയം സെൻറ്റ് ജോസഫ് പള്ളിയിലൊന്ന് കയറിയിട്ട് ഞാൻ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കും, ആ ഒരു പൊസിഷനിൽ എത്തി നിൽക്കുന്ന ജോബിൻ ബാബു, എത്ര മനോഹരമായ നടക്കാത്ത ആഗ്രഹമെന്നൊക്കെ അന്ന് തോന്നിയെങ്കിലും അതിങ്ങനെ മനസ്സിൽ കൂട്ടി വെച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു വർഷം മുന്നോട്ട് പോയി. പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞു, പ്രിലിംസ് ക്രാക്ക് ചെയ്തു, സന്തോഷം, സമാധാനം. ദെൻ അതിനുശേഷം മെയിൻസ് പരീക്ഷ ക്രാക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു ഡെങ്കു എനിക്ക് രോഗമായിട്ട് വന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് അതിയായ വിഷമം ഉണ്ടായി. അന്നാണ് യഥാർത്ഥത്തിൽ ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ യഥാർത്ഥ ഗുണം എനിക്ക് മനസ്സിലായത്. എങ്ങനൊക്കെ എനിക്ക് പഠിക്കാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായപ്പോഴും, ഏതൊക്കെ രീതിയിൽ പഠിക്കാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ എൻ്റെ മുന്നിൽ വന്നപ്പോഴും അതിൽ നിന്നൊക്കെ മാറി വീണ്ടും പഠനത്തിലേക്ക് വരണമെന്ന് എൻ്റെ മനസ്സെന്നെ പറഞ്ഞു പഠിപ്പിച്ചത് ഞാൻ ആ മാനിഫെസ്റ്റേഷൻ ചെയ്തത് കൊണ്ട് മാത്രമാണ്. പണിയെടുക്കാതിരിക്കാനല്ല, പണിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ത്വര കിട്ടാൻ എന്നെ സഹായിച്ചത് മാനിഫെസ്റ്റേഷൻ കൊണ്ടാണ്. ഒരു മാസം എനിക്ക് പഠിക്കാൻ പറ്റാതായി പോയിട്ടും തിരികെ വന്ന് പഴയതിനേക്കാൾ ഊർജ്ജത്തോടെ പഠിച്ച് മെയിൻസ് എക്സാമിനേഷൻ എഴുതി. ആ സമയത്തുള്ള CPO റാങ്ക് ലിസ്റ്റും വന്നു, അഡ്വൈസും കിട്ടി. ഞാൻ ജോലിക്ക് കയറിയില്ല, അതുപോട്ടെ, വേറെ കഥ. ഇനി സബ് ഇൻസ്പെക്ടറിൻ്റെ റാങ്ക് ലിസ്റ്റിലും ഞാൻ ഉൾപ്പെട്ടു. മക്കളൊന്ന് ആലോചിച്ച് നോക്കി, മാനിഫെസ്റ്റ് ചെയ്തതുകൊണ്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹത്തിലേക്ക് പ്രകൃതി എത്ര പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും എനിക്ക് മുന്നോട്ട് പോകാനായിട്ടൊരു അനുകൂല സാഹചര്യം ഒരുക്കി തന്നത് കണ്ടോ. ഇതാണ് മാനിഫെസ്റ്റേഷൻ്റെ പവർ. ഇതാണ് മക്കളെ ലോ ഓഫ് അട്രാക്ഷൻ്റെ പവർ. അപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ പ്രവർത്തനത്തെ, നിങ്ങളുടെ പഠനത്തെ കുറച്ചുകൂടി ആക്കം കൂട്ടി മുന്നോട്ട് നയിക്കാൻ, നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിച്ച് ആ റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാൻ. അതിനു വേണ്ടിയിട്ടാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യാനായിട്ട് നിങ്ങളോട് പറയുന്നത്. അല്ലാണ്ട് ഒരു പണിയെടുക്കാതെ സുഖിച്ച് കപ്പലണ്ടിയും കുറിച്ചുകൊണ്ടിരുന്ന് റാങ്ക് ലിസ്റ്റിലേക്ക് വരാൻ വേണ്ടിയിട്ടും സ്വപ്നം കണ്ടിരുന്ന് നിങ്ങളുടെ ജീവിതം കളയാൻ വേണ്ടിയിട്ടല്ല, നന്നായിട്ട് പണിയെടുക്കാനുള്ള ഊർജ്ജം കിട്ടാൻ വേണ്ടിയിട്ടാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പോകുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ബോർഡ് സെറ്റ് ചെയ്യല്ലേ. ഇതേപോലത്തെ വലിയ കട്ടിയുള്ള ബോർഡൊന്നും എടുത്തുകൊണ്ട് വരല്ലേ കേട്ടോ, അവൻ എനിക്ക് പണി തന്നതാണ്. പോട്ടെ, നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. നിങ്ങളൊരു പേപ്പർ എടുക്കുക. ആ പേപ്പറിനകത്തിൽ മാനിഫെസ്റ്റേഷനുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ആഗ്രഹം എന്താണ്, 2027 റാങ്ക് ലിസ്റ്റിൽ ആദ്യം എത്താൻ എനിക്ക് ആഗ്രഹമുണ്ട്, അത് എഴുതുക. അത് നിങ്ങളുടെ ഭിത്തിയിൽ ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് രാവിലെ ഉണരുന്ന സമയത്ത് അതിങ്ങനെ കാണുക. ട്രസ്റ്റ് മീ, എനിക്ക് അനുഭവമുള്ളതാണ്. മക്കളെ ഒന്ന് വിശ്വസിക്കണം, ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണ്. ക്യാമറയിലോട്ട് നോക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നുന്നു നീയൊക്കെ ഇങ്ങേരുതെന്ത് തേങ്ങയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, നിങ്ങളിതൊന്ന് വിശ്വസിച്ച് കുറച്ച് നാളുകൾ എന്തെങ്കിലും ഒരു ആഗ്രഹം ഈ കമ്പനിയോട് അസിസ്റ്റന്റ് മാറ്റി വെച്ചിട്ട് വേറെ ഏതെങ്കിലും ഒരു ആഗ്രഹം ഒന്ന് ചെയ്തു നോക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഫലിച്ചിരിക്കും. അപ്പം നിങ്ങൾ വിഷൻ ബോർഡ് ഇന്ന് തന്നെ സെറ്റ് ചെയ്യല്ലേ. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വിഷൻ ബോർഡിൽ നിങ്ങൾ ഉൾപ്പെടുത്താൻ പോകുന്നത് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കോ. ഇത്രയും കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ വന്നത്. വലിയൊരു മാറ്റം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു.